ഈ സർക്കാർ ഭരണം തുടങ്ങിയതിനു ശേഷം അവരുടെ അഭിമാന പദ്ധതിയായി കൊട്ടിഘോഷിക്കുന്നതാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. പക്ഷേ ആ പദ്ധതിയുടെ മറുവശം അത് കാണാതെ പോകാൻ നിർവാഹമില്ല. ആ പദ്ധതി എന്തായാലും സർക്കാർ വിജയകരമെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ആ പദ്ധതി കൊണ്ട് പട്ടിണിയിലായ ഒരു വിഭാഗമുണ്ട് ഈ സംസ്ഥാനത്ത്. അതുകൊണ്ട് സ്വന്തം തൊഴിലും കുടുംബജീവിതവും അടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അത് പ്രൈവറ്റ് ബസ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ബസ്സിൻ്റെ ഉടമകളും അടക്കമുള്ള ആളുകളാണ്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് അവരടക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ജീവിക്കാനായി മുന്നോട്ട് പോകാനായി ഒരു മാർഗമില്ലാത്ത നിലയാണ് ഇപ്പോഴുള്ളത്. G-ഫോം അടക്കം കൊടുത്തുകൊണ്ട് ഈ ബസ്സുകളുടെ സർവീസ് അടക്കം നിർത്തിവെക്കുന്ന നിലയിലേക്കൊക്കെ ആ ജനങ്ങൾ, ആ വിഭാഗം ആളുകൾ, തൊഴിലാളികൾ പോകുന്ന സാഹചര്യമാണുള്ളത്. ഒരു വ്യവസായം, പ്രൈവറ്റ് ബസ് വ്യവസായം തന്നെ അത് തകർച്ചയിലേക്ക് പോകുന്ന നില, പൂർണ്ണമായും അപ്രത്യക്ഷമായി പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രൈവറ്റ് ബസ് മേഖല നീങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുകയാണ്. പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരുമാണ് സർവീസ് നിർത്തിവെക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർത്തതോടെയാണ് സർവീസ് നിർത്തിവെച്ച് തൊഴിലാളികളും ഉടമകളും പ്രതിഷേധിക്കുന്നത്. KSRTCയുടെ പ്രിയദർശിനി സർവീസുകൾ മൂലം സ്വകാര്യ ബസ്സുകൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് നേരിടുന്നത്. ബസ് ഉടമകൾ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും കണ്ട് നിവേദനം നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പണിമുടക്ക്. കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ബസ് ഉടമകളുടെ നേതൃത്വത്തിലാണ് സൂചനാ പണിമുടക്ക്. ഈ ജില്ലകളിലെ മുഴുവൻ ബസ്സുകളും സമരത്തിൽ പങ്കെടുക്കുന്നതോടെ യാത്രാക്ലേശം രൂക്ഷമാകും. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജൂലൈ 20 മുതൽ 25 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായാണ് 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. കൈരളി ന്യൂസ്, കോട്ടയം.